ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകളും അവരുടെ ആസ്ഥാനങ്ങളും അവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പ്രധാനപ്പെട്ട സംഘടനകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സിൽ 1, 2, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ മാക്സിമം ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന IUCN ആണ്. IUCNൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCNൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ IUCN എന്താണെന്ന് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. IUCN എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭാഗങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. ഈ IUCN സ്ഥാപിതമായത് എന്നാണ് 1948 പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. PYQ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. IUCN സ്ഥാപിതമായത് എന്നാണ് 1948 IUCN സ്ഥാപിതമായത്. അതുപോലെ തന്നെ ആസ്ഥാനം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഗ്ലാൻഡ് ആണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് ആസ്ഥാനമായിട്ട് വന്നത്. അപ്പോൾ IUCNൻ്റെ ആസ്ഥാനം ഏതാണ്? ഗ്ലാൻഡ് ആണ്. സ്ഥാപിതമായതെന്നാണ് 1948 IUCN സ്ഥാപിതമായത്. അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയാണ് IUCN. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പ്രകൃതി വിഭവങ്ങളുടെയും അതുപോലെ തന്നെ വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയാണ് IUCN. IUCN സ്ഥാപിതമായതെന്നാണ് 1948 ആസ്ഥാനം ഗ്ലാൻഡ് സ്വിറ്റ്സർലൻഡാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടനയായി കണക്കാക്കപ്പെടുന്നതും നമ്മുടെ IUCN ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടനയായി കണക്കാക്കപ്പെടുന്നത് ഏത് സംഘടനയാണ്? IUCNയാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ IUCNൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാധന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഡോക്ടർ ഗ്രേതൽ അക്വേലർ ആണ് കേട്ടോ. ഡോക്ടർ ഗ്രേതൽ അക്വേലർ ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണം. നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? IUCNൻ്റെ ഡോക്ടർ ഗ്രേതൽ അക്വേലർ ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത നോക്കാം. IUCNൽ ആകെ 7 കമ്മീഷനുകളാണുള്ളത്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. IUCNൽ ആകെ 7 കമ്മീഷനുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും പട്ടിക ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമായ റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അഥവാ എന്താണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. അപ്പോൾ എന്താണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ? വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവിവർഗങ്ങളുടെയും പട്ടിക ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. അത് പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? IUCN ആണ്. അപ്പോൾ റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജ് പരീക്ഷയ്ക്ക് ചോദിക്കാം. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് പച്ച പേജ്. അതായത് റെഡ് ഡാറ്റ ബുക്കിലെ പച്ച പേജുകൾ സൂചിപ്പിക്കുന്നത്, പച്ച ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെളിച്ചം, അതുപോലെ തന്നെ പോസിറ്റീവ് സിമ്പൽ അല്ലേ. അപ്പം ഗ്രീൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് വരുന്നത്? നമുക്കറിയാവുന്നതാണ്. മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണിയിൽ നിന്ന് കരകയറിയതുമായ ജീവിവർഗങ്ങളെയാണ് എന്താണ് പച്ച പേജുകളിൽ ഉൾപ്പെടുന്നത്. പിങ്ക് പേജിൽ ഉൾപ്പെടുന്നത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെയാണെങ്കിൽ പച്ച പേജുകളിൽ ഉൾപ്പെടുന്നത് എന്താണ്? മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണിയിൽ നിന്ന് കരകയറിയതുമായ ജീവിവർഗങ്ങളെയാണ് പച്ച പേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വന്യജീവികളുടെ നിലനിൽപ്പ് അവ നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ 9 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ ഒരു ബുക്കിൽ വന്യജീവികളുടെ നിലനിൽപ്പ് അവ നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ 9 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതപ്പോൾ ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കാം. വംശനാശ ഭീഷണി സംഭവിച്ചവ, അതായത് എക്സ്റ്റിൻറ്റ് സ്പീഷ്യസ്, വംശനാശ ഭീഷണി സംഭവിച്ചവ അഥവാ എക്സ്റ്റിൻറ്റ് സ്പീഷ്യസ്. അതിന് ഉദാഹരണമാണ് ഡോഡോ ഐറിഷ് ഡീർ ഒക്കെ വംശനാശ ഭീഷണി സംഭവിച്ചവ അഥവാ എക്സ്റ്റിൻറ്റ് സ്പീഷ്യസിൻ്റെ ലിസ്റ്റിൽ വരുന്നതാണ്. അതായത് ഇനി അടുത്തത് എക്സ്റ്റിൻറ്റ് ഇൻ ദ വൈൽഡ്. അതിൻ്റെ ഉദാഹരണമാണ് യെല്ലോ ഫാറ്റു ബാൻഡ് അലോട്ടോക്കോ കേട്ടോ.
ബാൻഡ് അലോട്ടോക്കോയും അതുപോലെ തന്നെ എല്ലോഫാറ്റുമാണ് എക്സ്റ്റിൻറ്റ് വൈൽഡിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത്. അടുത്തത് ലീസ്റ്റ് കൺസേൺ അതിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത് അർമേനിയൻ ലിസാർഡ്, അറ്റ്ലാന്റിക് ഹാഗ് ഫിഷ് കേട്ടോ. അപ്പം ലീസ്റ്റ് കൺസേൺഡ് ഉദാഹരണമായിട്ട് വരുന്നത് അർമേനിയൻ ലിസാർഡ്, അറ്റ്ലാന്റിക് ഫാഗ് ഷിപ്പ്. അപ്പം ജസ്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അടുത്തത് ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവ, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ട് വരുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് പീഹോഗ്, ചമ്പൽ തടാകത്തിലെ ഗരിയൽ കേട്ടോ. ചമ്പൽ തടാകത്തിലെ ഗരിയൽ ഒക്കെ എന്താണ് ഗുരുതര വംശനാശന ഭീഷണി നേരിടുന്നവയാണ്, അഥവാ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്നവ എൻഡേഞ്ചേർഡ്, അതിന് ഉദാഹരണം ടുലോട്ടോമ അതുപോലെ തന്നെ ലിപ്പിസ്റ്റോൺ ഡിയെ ആണ്. അടുത്തത് ദുർബലമായ ജീവിവർഗ്ഗങ്ങൾ, വൾനറബിൾ സ്പീഷ്യസ്. പരീക്ഷയ്ക്ക് ചോദിക്കാം ദുർബലമായ ജീവിവർഗ്ഗങ്ങൾ, വൾനറബിൾ സ്പീഷ്യസിന് ഉദാഹരണങ്ങൾ ആരൊക്കെയാണ്? ഡ്രാഗൺസ് ബ്ലഡ് ട്രീയും അതുപോലെ തന്നെ ടാക്കിനുമാണ്. അതുപോലെ തന്നെ ഭീഷണി നേരിടാനിടയുള്ളവ, അതായത് നിയർ ത്രട്ടേൺഡ് അതെന്താണ്? ഭീഷണി നേരിടാനിടയുള്ളവയാണ്. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ഷോർട്ട് ഇയേർഡ് ഡോഗാണ്. അപ്പോൾ ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്തൊരു സംഘടനയാണ് UNEP. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് UNEP. അപ്പോൾ UNEPയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ ഇത് പേര് കേൾക്കുമ്പോഴേ അറിയാലോ, ഇതൊരു UN ഏജൻസിയാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയാണ്. രൂപീകൃതമായ വർഷം എന്ന് പറയുമ്പോൾ 1972. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ ഫലമായി രൂപീകരിക്കപ്പെട്ട പരിസ്ഥിതി സംഘടന ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? UNEP ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിൻ്റെ ഫലമായി രൂപീകരിക്കപ്പെട്ട പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP ആണ്. അപ്പോൾ UNEP രൂപീകൃതമായ വർഷം എന്നാണ്? 1972. UNEPയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അതുപോലെ തന്നെ UNൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് UNEP. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ്? UNൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് UNEP. ആസ്ഥാനം എവിടെയാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നെയ്റോബിയാണ്, കെനിയയിലെ നെയ്റോബിയാണ്. അപ്പം UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. അതുപോലെ തന്നെ UNEPയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ഇങ്ങർ ആൻഡേഴ്സൺ ആണ് കേട്ടോ. ഇങ്ങർ ആൻഡേഴ്സൺ ആണ് നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതുപോലെ തന്നെ UNEPയുടെ മുദ്രാവാക്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എൻവയോൺമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ്. UNEPയുടെ മുദ്രാവാക്യം എന്താണ്? എൻവയോൺമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ആണ് UNEPയുടെ മുദ്രാവാക്യം. അപ്പം നമുക്കൊന്നുകൂടെ പറയാം, UNEPയെ കുറിച്ച് ഒന്നുകൂടെ പറയാം. UNEPയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം ആണ്. ഇതൊരു UN ഏജൻസിയാണ്. UNൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏജൻസിയാണ് UNEP. അതുപോലെ തന്നെ 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന് ഫലമായി രൂപീകരിക്കപ്പെട്ട പരിസ്ഥിതി സംഘടനയാണ് UNEP. രൂപീകൃതമായ വർഷം 1972. ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. അതുപോലെ തന്നെ മുദ്രാവാക്യം എന്താണ്? എൻവയോൺമെൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ആണ്. നമുക്ക് അടുത്തൊരു സംഘടനയാണ് WWF ആണ്, വേൾഡ് വൈൽഡ് ഫണ്ട്. ഇതും PYQ ആയിട്ട് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു സംഘടനയാണ്. നമ്മുടെ വേൾഡ് വൈൽഡ് എഫ് കേട്ടോ, അതായത് WWF. അപ്പോൾ അതൊന്ന് നോക്കണം ഒരു മിനിറ്റ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത സംഘടനയാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട്. ഇത് WWF രൂപീകൃതമായത് 1961. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സംഘടനകൾ രൂപീകൃതമായ വർഷം അറിഞ്ഞിരിക്കണം. 1961 WWF രൂപീകൃതമായത്. അതുപോലെ തന്നെ WWFൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കുക. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗങ്ങളുടെ സംരക്ഷണം, കൂടാതെ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം എന്നിവയാണ് ഇതിൻ്റെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലീവിങ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന കൂടിയാണ് WWF. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, WWFൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗങ്ങളുടെ സംരക്ഷണം, കൂടാതെ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം എന്നിവയെക്കുറിച്ചൊക്കെ ലീവിങ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് WWF. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലീവിങ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? WWF ആണ്. രൂപീകൃതമായതെന്നാണ് 1961 രൂപീകൃതമായത്. ഫുൾ ഫോം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ആണ്. അതുപോലെ തന്നെ WWFൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗ്ലാൻഡ് ആണ്, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. വേൾഡ് വൈഡ് ഫണ്ട് അഥവാ WWFൻ്റെ
ആസ്ഥാനം എവിടെയാണ്? ഗ്ലാൻഡ് സ്വിറ്റ്സർലൻഡ്. ഇതൊരു അടുത്തത് ഒരു PYQ ആണ്. WWFിൻ്റെ ചിഹ്നം എന്താണെന്ന്? ഫീമൻ പാണ്ടയാണ് കേട്ടോ, ഫീമൻ പാണ്ടയാണ്. അതൊന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. WWFിൻ്റെ ചിഹ്നം എന്താണെന്നുള്ളത് ഫീമൻ പാണ്ടയാണ്, ഫീമൻ പാണ്ട. അപ്പോൾ ഫീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള പരിസ്ഥിതി സംഘടന ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? WWF ആണ് കേട്ടോ, WWF ആണ്. വൈൽഡ് ഫണ്ടിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഫീമൻ പാണ്ട കേട്ടോ, ഫീമൻ പാണ്ട. പിന്നെ ഈ WWFനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന ഒരു സർക്കാരിതര സംഘടനയാണ് WWF കേട്ടോ. പിന്നെ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് WWF. ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയാണ് WWF കേട്ടോ, WWF. അടുത്തത് WWFിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏതാണ്? കടുവയാണ് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. WWFിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏതാണ്? കടുവയാണ്. അതുപോലെ തന്നെ WWFിൻ്റെ ഇന്ത്യൻ ഘടകം പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് 1969 നവംബർ 27. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. WWFിൻ്റെ ഇന്ത്യൻ ഘടകം പ്രവർത്തനം ആരംഭിച്ചത് 1969 നവംബർ 27. അടുത്തൊരു പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് കേട്ടോ, ഗ്രീൻ പീസ് പഠിച്ചു വെക്കുക. ഗ്രീൻ പീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ്. സ്ഥാപിതമായത് 1971 കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഗ്രീൻ പീസ് എന്താണ്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ്. രൂപീകൃതമായത് 1971. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂറിലാണ് കേട്ടോ, കാനഡയിലെ വാൻകൂറിലാണ് ഗ്രീൻ പീസ് ആരംഭിച്ചത്. പക്ഷേ ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. ഗ്രീൻ പീസ് ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിക്കാം. അപ്പോൾ എവിടെ നിന്നാണ്? വാൻകൂർ, കാനഡയാണ്. ഗ്രീൻ പീസ് പ്രസ്ഥാനം ആരംഭിച്ചത് വാൻകൂർ, കാനഡയാണ്. പക്ഷേ ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആംസ്റ്റർഡാമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂർ, വാൻകൂർ, കാനഡ. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാമാണ്. അതുപോലെ തന്നെ ഗ്രീൻ പീസ് രൂപീകൃതമായത് 1971. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ് കേട്ടോ. അത് പരീക്ഷയ്ക്ക് PYQ ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെച്ചോളൂ. പരിസ്ഥിതി കമാൻഡോസ് അഥവാ പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ്. അപ്പോൾ ഗ്രീൻ പീസ് = പരിസ്ഥിതി കമാൻഡോസ് മറക്കരുതേ. അടുത്ത സംഘടന. ഇനി നമ്മൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെയാണ്. അതിൻ്റെ ആസ്ഥാനങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 1-2 മാർക്കിനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നും നമ്മൾ പഠിച്ചു പോവാം. അപ്പോൾ ക്ലാസ് അവസാനം വരെ കാണുക. ഇനി കുറച്ച് പോയിൻ്റൂടെ ഉള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, FRIയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ് കേട്ടോ. പഠിച്ചു നോക്കുക. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, FRIയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ FRIയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. അടുത്തത് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, TFRI ആണ്. ഉഷ്ണമേഖല വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല എന്നല്ലേ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജബൽപൂരാണ് കേട്ടോ, ജബൽപൂർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, TFRI അഥവാ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജബൽപൂരാണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ TFRIയുടെ ആസ്ഥാനം ജബൽപൂരാണ്. അടുത്തത് AFRI അഥവാ അരീഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോധ്പൂരാണ്. ജോധ്പൂർ എവിടെയാണ്? രാജസ്ഥാനിലല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ്. അരീഡ് എന്ന് പറഞ്ഞാൽ മരുഭൂമി. അപ്പോൾ മരുഭൂമി വനമൊക്കെ കൂടുതലുള്ള എവിടെയാണ്? രാജസ്ഥാനിലല്ലേ. അപ്പോൾ മരുഭൂമി അവിടെയുള്ള ഫോറസ്റ്റിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോധ്പൂരാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. AFRI അഥവാ അരീഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജോധ്പൂരാണ്. അടുത്തത് RFRI അഥവാ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോർഹട്ടാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റിലുള്ള ജോർഹട്ടാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. അരീഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോധ്പൂരും അതുപോലെ തന്നെ റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോർഹട്ടും. അടുത്തത് HFRI ആണ്.
പേരേക്കും പറയാലോ. ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഷിംലയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം കണക്ട് ചെയ്ത് പഠിച്ചോളാം. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഞാൻ എല്ലാം അടുപ്പിച്ച് തന്നെ ഇട്ടേക്കുന്നത്. അപ്പം മാച്ച് ദ ഫോളോയിങ് ഒക്കെ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ 20-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, കണക്ട് ചെയ്ത് പഠിച്ചോണേ. FRI അഥവാ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TFRIയുടെ ആസ്ഥാനം ജബൽപൂരാണ്. AFRI അരീഡ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോധ്പൂരാണ്. RFRI റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജോർഹട്ടാണ്. HFRI ഹിമാലയൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഷിംലയാണ്. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത കുറച്ച് ആസ്ഥാനങ്ങളോട് പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. FRCBR അഥവാ ഫോറസ്റ്റ് റിസർച്ച് സെൻറ്റർ ഫോർ ബാംബു ആൻഡ് റട്ടൻ്റെ ആസ്ഥാനം ഐസ്വാളിലാണ് കേട്ടോ. പഠിച്ചു വെക്കുക. FRCBR ഫോറസ്റ്റ് റിസർച്ച് സെൻറ്റർ ഫോർ ബാംബു ആൻഡ് റട്ടൻ ട്രീയുടെ ആസ്ഥാനം എവിടെയാണ്? ഐസ്വാളിലാണ്. അടുത്തത് FSI ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ, നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നതാണ്, ഡെറാഡൂണാണ്. നമ്മൾ ബേസിക് ഫാക്ടറിലൊക്കെ പഠിക്കുന്നതാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ അഥവാ FSIയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. അടുത്തത് IIFM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം ഭോപ്പാലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം ഭോപ്പാലാണ്. അടുത്തത് IWST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. അടുത്തത് സെൻട്രൽ ആഗ്രോ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെൻട്രൽ അഗ്രോ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഝാൻസിയാണ്. നമ്മുടെ ഝാൻസി റാണിയൊക്കെ ഉള്ള സ്ഥലമാണ് ഝാൻസി. അപ്പോൾ സെൻട്രൽ ആഗ്രോ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഝാൻസിയിലാണ്. അടുത്തത് നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. നമ്മുടെ ഗാർഡുകളും അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കൊക്കെ, അത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നൊരു സ്ഥലമാണ് നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നാഷണൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ്. അടുത്തത് NDCA, ഇത് പ്രീവിയക്ക് ചോദിച്ചാണ്. NDCA നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേട്ടോ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. അപ്പം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ്. പഠിച്ചു വെച്ചോളൂ. NTCA ഫുൾ ഫോം എന്താണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. NTCയുടെ ആസ്ഥാനം വരുന്നത്. അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, നിലവിലെ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവാണ്. അടുത്തത് നീരിയാണ്. നീരി എന്ന് പറഞ്ഞാൽ നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നീരി എന്ന് പറഞ്ഞത്. അതിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണ് നീരിയുടെ ആസ്ഥാനം. നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണ്. അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പം NTCAയും നീരിയും തമ്മിൽ തിരിഞ്ഞുപോലെ NTCAയുടെ അധ്യക്ഷൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവാണ്. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് NTCAയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. നീരി എന്ന് പറഞ്ഞാൽ നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പം നീരിയുടെ ആസ്ഥാനം നാഗ്പൂരാണ്. മറന്നുപോലെ നാഗ്പൂരാണ്. അടുത്തത് ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ബേസിക് ഫാക്ടർ നമ്മൾ പഠിക്കുന്നതാണ്. ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്തയാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അത് രണ്ടും കൊൽക്കത്തയാണ് കേട്ടോ. പഠിച്ചു നോക്കല്ലേ. ബോട്ടണി, സുവോളജി ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. കണക്ട് ചെയ്യാമല്ലോ. അടുത്തത് ICFREയുടെ ആസ്ഥാനം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ICFRE ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അതിൻ്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് കേട്ടോ. അപ്പോൾ ICFRE എന്താണ്? ICFREൻ്റെ ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ICFREയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. അടുത്തത് IFGTB. IFGTBയുടെ ഫുൾ ഫോം എന്താണ്?
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിങ്ങിൻ്റെ ആസ്ഥാനം കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്താണ്, കോയമ്പത്തൂരാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. IFGTB, IFGTയുടെ ആസ്ഥാനം എവിടെയാണ്? കോയമ്പത്തൂർ. IFGTBയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിങ്ങിൻ്റെ ആസ്ഥാനം കോയമ്പത്തൂരാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനപ്പെട്ട സംഘടനകൾ, അവയുടെ ആസ്ഥാനങ്ങൾ ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ റിസർച്ച് സെൻറ്റേഴ്സിൻ്റെയൊക്കെ ആസ്ഥാനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 or 3 മാർക്ക് BFO പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്ലാസ് കണ്ട കൂട്ടുകാർ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. നമ്മൾ പറയുന്നത് കേട്ട് തന്നെ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലല്ല, ഇതിന് പുറകെ തന്നെ BFOയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ, പിന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെക്കുക. മാക്സിമം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്താൽ മതി. ഹൈപ്പ് ചെയ്താൽ റെക്കമെൻഡേഷൻ പോകുന്നതാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഓൾ. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. പുതിയ ക്ലാസ് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഓൾ.